നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊയിലാണ്ടി താലൂക്ക് സമ്മേളനം ജൂൺ 10 ചൊവ്വാഴ്ച പേരാമ്പ്രയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊയിലാണ്ടി താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും ജൂൺ 10 ചൊവ്വാഴ്ച PV സുധൻ നഗറായ പേരാമ്പ്ര VV ദക്ഷിണാമൂർത്തി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താലൂക്ക് സമ്മേളനം TP രാമകൃഷ്ണൻ MLAയും പ്രതിനിധി സമ്മേളനം AKRRDA സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂരും കുടുംബസംഗമം വടകര MP ഷാഫി പറമ്പിലും ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിജയികളെ ചടങ്ങിൽ ആദരിക്കും. റേഷൻ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും. താലൂക്ക് സമ്മേളനം ബഹുമാനപ്പെട്ട പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിനിധി സമ്മേളനം AKRRDയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ XMLA ആണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബ സംഗമം ബഹുമാനപ്പെട്ട വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്തത്. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP ബാബു എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെയധികം പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റേഷൻ സംവിധാനം മുന്നോട്ട് പോകുന്നത്. 10,000-ൽ പരം റേഷൻ വ്യാപാരികൾ ഇന്ന് വല്ലാതെ റേഷൻ കട നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു. 2017 അനുവദിച്ച വേതന പാക്കേജാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2017 വേതന പാക്കേജ് അനുവദിക്കുമ്പോൾ 6 മാസം കൊണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. 8 വർഷമായി ഈ വേതന പാക്കേജ് പുനർനിർണയിച്ചത്. അപ്പം 2183 കടകൾ മാത്രമേ നിലവിൽ ജീവിക്കാനായി പ്രവൃത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ബാക്കിയുള്ള കടകളൊക്കെ തന്നെ നാശത്തിലേക്കും നശിച്ചു പോവുകയും ഒഴിവാക്കി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. എന്തായാലും വേതന പാക്കേജ് അടിയന്തരമായി പരിഷ്കരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരം നടത്തിയെങ്കിൽ പോലും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ യോഗം വിളിച്ച് ചേർത്തുകൊണ്ട് ഈ ഞങ്ങളുടെ റേഷൻ വ്യാപാരികളുടെ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും 1-2 മാസമായി ചർച്ചകളില്ലാതെ തീരുമാനങ്ങൾ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അറിയിക്കാൻ. ഞങ്ങൾ 9 മണിക്ക് പേരാമ്പ്ര ടൗണിൽ പ്രകടനവും വനിതകളടക്കം ഒരു 350ഓളം ആളുകൾ പ്രകടനത്തിലും ഘോഷയാത്രയിലും പങ്കെടുക്കും. സമ്മേളനം 10 മണിക്ക് തുടങ്ങും. കൺവീനർ P പവിത്രൻ, ചെയർമാൻ രവീന്ദ്രൻ VK, ജോയിന്റ് കൺവീനർ റഫീഖ് ചെറുവാട്ട്, വൈസ് ചെയർമാൻ OP കുഞ്ഞികൃഷ്ണൻ, രക്ഷാധികാരികളായ CC കൃഷ്ണൻ, ശശി മങ്ങര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.